ആറ്റൂർ രാമകൃഷ്ണ പിള്ളയാണ്. വിവിധ കോളേജുകളിൽ സംസ്കൃത അധ്യാപകനായിരുന്ന അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവ് കൂടിയാണ്. സംസ്കൃത പഠനത്തിന്റെ സവിശേഷതകളെപ്പറ്റി അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. എന്തിന് സംസ്കൃത ഭാഷ പഠിക്കണം? നമുക്കിവിടെ അനേകം ശാസ്ത്ര വിഷയങ്ങൾ ജീവിത ഉപയോഗിയായിട്ടുള്ളപ്പോൾ താരതമ്യേന അത്ര ഉപയോഗം ഇല്ല എന്ന് വരുന്ന സംസ്കൃത ഭാഷ എന്തിനു പഠിക്കണം എന്നൊരു സംശയം പല കോണുകളിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. അത് എന്തോ ഒരു വേണ്ടത്ര അറിവില്ലാതെ പറയുന്നതാണ് എന്ന് തോന്നുന്നു. വാസ്തവത്തിൽ സംസ്കൃത ഭാഷ പഠിക്കേണ്ടത് ആവശ്യമാണ്. അത് എല്ലാ ആളുകളും പഠിക്കണം എന്നില്ലെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങളിൽ, നമ്മുടെ വിദ്യാർത്ഥികളിൽ നല്ലൊരു ഭാഗത്തിന് സംസ്കൃത പഠനം തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊരു കാര്യത്തിലല്ല, സാഹിത്യപരമായി നോക്കിയാലും ഭാഷാപരമായി നോക്കിയാലും സാമൂഹികമായി നോക്കിയാലും നമ്മുടെ ജീവിതത്തിലെ ആശയപരമായി ജീവിതത്തിൽ വേണ്ടുന്ന സ്വഭാവ ഗുണങ്ങൾ പരിവർത്തനം ചെയ്ത് നല്ല ഒരു വഴി തുറക്കാൻ വേണ്ടി ആ അടിസ്ഥാനത്തിൽ നോക്കിയാലും സംസ്കൃത പഠനം സഹായകമാവുകയുള്ളൂ. സഹായകം മാത്രമല്ല, സംസ്കൃത പഠനം വളരെയധികം സംഭാവന ചെയ്യും ആ രംഗത്ത് എന്നുള്ളത്. ഭാഷാപരമായ പ്രയോജനം ഞാൻ അതിൻ്റെ വളരെ വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ നിർവാഹമില്ല. തീർച്ചയായിട്ടും സംസ്കൃത പഠനം കൊണ്ട് ഭാഷാപരമായ പ്രയോജനം വളരെയധികം ഉണ്ട്. നമുക്ക് ഭാഷയെ ശരിക്കും പഠിക്കണമെന്നുണ്ടെങ്കിൽ സംസ്കൃത പഠനം ആവശ്യമാണ്. അത് ആര്യഭാഷയാണ്, നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ദ്രവീഡ്യൻ ഭാഷയാണ്, മലയാളം ദ്രവീഡ്യൻ ഭാഷയാണ്, ഇതൊരു ആര്യൻ ഭാഷയാണ്. അപ്പോൾ ആര്യൻ ഭാഷ നാം എന്തിനു അങ്ങനെയല്ല. ഈ ദ്രവീഡ്യൻ ഭാഷയിൽ തന്നെ സംസ്കൃതത്തിൻ്റെ പ്രാചുര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഇന്നല്ല, ആദ്യകാലം തൊട്ടേ ഇന്നും ഉണ്ട്. ഇന്ന് മറ്റ് പ്രസ്ഥാനങ്ങൾ പലതും നോവലോ ചെറുകഥയോ മറ്റു പല പ്രസ്ഥാനങ്ങളും താരതമ്യേന സംസ്കൃത പദങ്ങൾ ബഹുലമല്ലാത്തതുണ്ടെങ്കിൽ തന്നെയും ഇന്നും നല്ല ലിറ്റററി വർക്ക് ഉണ്ടാകുന്ന പ്രൗഢമായ വിമർശന ഗ്രന്ഥമോ പ്രൗഢമായ മറ്റ് ഗ്രന്ഥങ്ങളോ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും സംസ്കൃതത്തിൻ്റെ പ്രാധാന്യം കുറയുന്നില്ല. അങ്ങനെ പ്രാധാന്യം കുറയുന്നില്ലെങ്കിൽ സംസ്കൃത പഠനം കുറച്ചൊരു ആവശ്യമല്ലേ? തീർച്ചയായിട്ടും മലയാള പഠനത്തിനായാലും മറ്റ് ഭാഷകൾ പഠിക്കുന്നതിനായാലും എല്ലാത്തിനും സംസ്കൃതത്തിൻ്റെ, കാരണം എല്ലാ ഭാഷകളിലും സംസ്കൃതം കടന്നു കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് സംസ്കൃതം കൂടി പഠിക്കേണ്ടത് എല്ലാ ഭാഷകളിലും, ദ്രവിഡ്യൻ ഭാഷകളിലും എല്ലാം തന്നെ സംസ്കൃതം. മലയാളത്തിൽ മാത്രമല്ല, തമിഴിൽ മാത്രമല്ല, കർണാടകത്തിൽ മാത്രമല്ല, തെലുങ്കിൽ മാത്രമല്ല. പക്ഷേ ഒന്ന് പറയട്ടെ, മലയാളത്തിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ വളരെ കൂടുതലാണ് എന്നുള്ളത് പറയും. ഇപ്പോൾ തമിഴിലുള്ളതിനേക്കാൾ അനുപാതം സംസ്കൃതത്തിന് മലയാളത്തിൽ വളരെ കൂടുതലുണ്ട്. നമ്മുടെ മണിപ്രവാളം സാഹിത്യം തന്നെ എത്ര സുന്ദരമായ സാഹിത്യമാണ്. എഴുത്തച്ഛന് സംസ്കൃതം മാറ്റിക്കഴിഞ്ഞാൽ എഴുത്തച്ഛന് എന്താണ്? അതുപോലെ കൃഷ്ണഗാഥവിൽ എന്താണ്? നെല്ലംകൃതികളിൽ എന്താണ്? ആട്ടക്കഥകൾ, ഉണ്ണായിവാരുടെ കഥകൾ. ഈ സംസ്കൃതം മാറ്റുക. ഒരു ഇടക്കാലത്ത് വെച്ചൊരു പച്ച മലയാള പ്രസ്ഥാനം തുടങ്ങി എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഈ പച്ച മലയാള പ്രസ്ഥാനം ഇന്നെവിടെ? പാമ്പേ പരാജയപ്പെട്ടു പോയില്ലേ? അതുകൊണ്ട് സംസ്കൃത പഠനം അത്ര ആവശ്യമില്ല എന്നുള്ള അഭിപ്രായം ഒരിക്കലും സാധുവല്ല. അത് വളരെ പ്രയോജനം ചെയ്യും. അതുമാത്രവുമല്ല, ഇന്ന് നമ്മളുടെ വിദ്യാർത്ഥികളെ തുറച്ചു നോക്കുന്ന അനാശാസ്യമായിട്ടുള്ള സ്വഭാവ വൈകൃതങ്ങൾ നിന്ന് അവരെ ഒഴിവാക്കാനും അവരിലേക്ക് ഉത്കൃഷ്ടമായ ആശയങ്ങൾ പകരുവാനും തക്കവണ്ണം ഈ സംസ്കൃതത്തിലുള്ള സുഭാഷിതങ്ങളായാലും നീതിവാക്യങ്ങളായാലും മറ്റ് അതിലുള്ള പുരാണപ്രസിദ്ധങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളും മറ്റൊക്കെ അവരെ പറഞ്ഞ് പരിചയപ്പെടുത്തുക, ആ കഥകൾ പറഞ്ഞ് പരിചയപ്പെടുത്തുക. ഇപ്പോൾ ഉദാഹരണം പറയട്ടെ, ഈ അമൃത ടി വിയിൽ തന്നെ ഒരു പരിപാടി, കൃഷ്ണൻ്റെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. കൃഷ്ണകൃപാസാഗരം എന്നുള്ള ആ പരിപാടി കാണുവാൻ. എന്താണ് കൃഷ്ണകൃപാസാഗരം? അപ്പോൾ സംസ്കൃതത്തിൽ അതൊരു കഥയാണ്. ആ കഥകൾ കുട്ടികളെ ആകർഷിക്കുന്നു. അപ്പോൾ ആ കഥാഗതി അനുസരിച്ച് അവരുടെ സ്വഭാവത്തെ പരിവർത്തി ഇന്ന് ആത്മഹത്യാ പ്രവണതയും മറ്റു തരത്തിൽ മലിനമായ മനസ്സുകളുള്ള വിദ്യാർത്ഥികളിൽ മലിനത, അവരുടെ മാനസികമായ മാലിന്യം കൂടി വരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട്
ഉത്കൃഷ്ടങ്ങളായ കൃതികൾ അവരെ പറഞ്ഞ് പരിചയപ്പെടുത്തുക, കഥകൾ പറഞ്ഞ് പരിചയപ്പെടുത്തുക, ശ്ലോകങ്ങൾ സുഭാഷിതങ്ങളൊക്കെ അവരെ പരിചയപ്പെടുത്തുകയൊക്കെ അങ്ങനെ ആണെങ്കിൽ അവരിലൊരു സ്വഭാവ നൈർമല്യം ഉണ്ടാക്കാൻ, സ്വഭാവശുദ്ധി ഉണ്ടാക്കാൻ അതാണ് ആവശ്യമാണ്. മുമ്പ് ഉണ്ടായിരുന്നു, ഇന്നതില്ലാത്തത് കൊണ്ടാണ് ഈ വൈകൃതം നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. ഇന്ന് പത്രം വായിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വിദ്യാർത്ഥി ലോകത്തെ സൂക്ഷിച്ചു നോക്കുന്ന നീർന്ന പ്രശ്നങ്ങളുണ്ട്. മാതാപിതാക്കളെ പോലും രക്ഷകർത്താക്കളെക്കാൾ പോലും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സംസ്കൃത പഠനം അങ്ങനെ അവരുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കാനും കൂടി പറയപ്പെടുന്നതാണ്. എല്ലാ തരത്തിലും സംസ്കൃതം അതൊരു വ്യവഹാര ഭാഷ അല്ല എങ്കിൽ കൂടിയും നമ്മുടെ ഭാഷയിലും നമ്മുടെ സാഹിത്യത്തിലും എല്ലാം നമ്മുടെ സംസ്കാരത്തിൽ തന്നെ ഭാഷയല്ല, സംസ്കൃതം ഒരു ഭാഷയല്ല. സംസ്കൃതം പഠിക്കുക വെച്ചാൽ ഒരു ഭാഷ പഠിക്കുകയല്ല, സംസ്കൃതം പഠിക്കുക എന്ന് വെച്ചാൽ ഒരു സംസ്കാരം പഠിക്കുക എന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. ഇതോടുകൂടി സംസ്കൃതിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. സംസ്കൃതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ സംസ്കൃതി, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട് PO, തിരുവനന്തപുരം. ഇമെയിൽ samskriti@amrutatv.com. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു.